ഗൈസ്, നമ്മുടെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ കാണും അല്ലേ? അപ്പോൾ ഞാൻ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ എൻ്റെ ഒരു ചെറിയ ആഗ്രഹമായിരുന്നു കുറച്ച് ട്രൈപോഡും അല്ലെങ്കിൽ മൈക്കും ഒക്കെ സെറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ പട്ടാപാതിരയ്ക്ക്, നട്ടപ്പാതിര ആയില്ല എന്നാലും പട്ടാപ്പാതിര അല്ലല്ലോ ഗൈസ്, നട്ടപ്പാതിരയ്ക്ക് മുന്നേ ഉള്ള സമയം. ആ സമയത്ത് ഞാനൊരു കട കണ്ടുപിടിച്ച് അന്ന് ഓഫായിരുന്നിട്ട് പോലും പുള്ളിയെ വിളിച്ചു വരുത്തി അങ്ങനെ കുറച്ച് സാധനങ്ങൾ സെറ്റപ്പ് ചെയ്തതാണ് ഗൈസ്. പക്ഷേ ഇത് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബാണ് ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ. യൂട്യൂബ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ മീഡിയ ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് ഒരു 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 അടിപൊളി സ്റ്റോറാണ്. പക്ഷെ പുള്ളി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്കിങ്ങനെ പറഞ്ഞൊക്കെ തന്ന എന്താ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ ഞാൻ കണ്ടതാണ് കേട്ടോ ഹോളി ലാൻഡിന്റെ ഈ മൈക്ക്. നമ്മൾ സെലിബ്രിറ്റീസ് ഒക്കെ കുത്തി കാണുന്ന ഒരു മൈക്കില്ലേ, അപ്പൊ അതിപ്പോ മേടിക്കാനുള്ള ബഡ്ജറ്റും ഇല്ല, ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. വേണമെങ്കിൽ നമുക്ക് മേടിക്കാം, പക്ഷേ നമ്മുടെ സ്വന്തം പൈസയ്ക്ക് നമുക്കത് ഏൺ ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള ഒരു അടിപൊളി ഒരു അനുഭവം ഉണ്ടല്ലോ, അത് കിട്ടണം എന്നുള്ളൊരു ഒരു കൺസെപ്റ്റിലാണ് ഞാൻ. അങ്ങനെ പുള്ളി നമുക്ക് വേണ്ടി തുറന്നു വന്ന ഷോപ്പൊക്കെ അടച്ച് പുള്ളി പോവുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ചേട്ടാ. എനിക്ക് നിങ്ങളെ അറിയത്ത് പോലുമില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ടിന് ഹാൻഡ്സ് ഓഫ്. ഇത് ട്രിവാൻഡ്രം സെൻട്രൽ തന്നെ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ ആ പഴവങ്ങാടി ഗണപതി അമ്പലമൊക്കെ ഇല്ലേ, അതിനടുത്തായിട്ടാണ് ഈ സ്റ്റോർ വരുന്നത്. അപ്പൊ ട്രിവാൻഡ്രം പോയപ്പോൾ ഞാൻ ലുലുവിലൊക്കെ ഒരുപാട് തിരക്കി നോക്കി ഇങ്ങനൊരു കടയോ അല്ലെങ്കിൽ കടയല്ല, ഈ ഈ സാധനങ്ങൾ കിട്ടുന്ന സ്പേസ് ഉണ്ടോന്ന്. ലുലുവിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവസാനം തപ്പി കണ്ടുപിടിച്ചതാണ് ഇത്. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക്, തിരിച്ചു പോണ വഴിക്കാണ് കയറിയത്. അങ്ങനെ നേരെ നമ്മൾ ആറ്റിങ്ങൽ എത്തിയപ്പോൾ ഒരു ചെറിയ തട്ടുകട കണ്ടു. അപ്പൊ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. ഈ ആശപ്പം നല്ല മുള്ളിയേ അല്ലായിരുന്നു, അവനെ പകുതി ഉറക്കത്തിലായിരുന്നു. അപ്പൊ നിസാമൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നിസാമിക്കൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പറിനെ പോലെയാണ് കേട്ടോ നിസാമുക്കൊക്കെ. ഒരുപാട് നാളത്തെ പരിചയമുണ്ട്. ആ വ്യക്തിയൊക്കെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫാമിലി പോലെയാണ്. നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരുന്ന, നമ്മളെയൊക്കെ അത്രയും കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള മനുഷ്യര് നമ്മുടെ കൂടെ ഉള്ളത് ഭയങ്കര ഒരു ഹെൽപ്പും ആണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണത്, അല്ലേ? നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു ബ്രദർ എന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും അങ്ങനെയുള്ളവരൊക്കെ കാണുന്നത്. അവർ നമ്മളോട് അങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പൊ നമ്മൾ ഓരോ സെറ്റ് ദോശയും, ഞാനും ഇക്കയൊക്കെ ദോശയാണ്, എല്ലാവരും ദോശയായിരുന്നു. അച്ഛൻ മാത്രമേ ഉള്ളൂ കുറച്ച് വെറൈറ്റി ആയിട്ട് പൊറോട്ട വാങ്ങിയത്. അപ്പൊ അച്ഛൻ പൊറോട്ടയും ബാക്കി എല്ലാവരും ദോശയാണ്. ഇങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ ചെയ്ത് മൈക്കിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചർച്ച. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ദേ ഞങ്ങളുടെ ഓംലെറ്റ് വന്നു. എല്ലാവർക്കും ഓരോ ഓംലെറ്റ്. നല്ല ഓംലെറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവരുടെ കറിയുടെ കാര്യമാണ് പറയാതിരിക്കാൻ പറ്റാത്തത്. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഗൈസ്. ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിനനുസരിച്ചാണ് കറി പറഞ്ഞത്. പക്ഷേ ക്വാണ്ടിറ്റി കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. പിന്നെ ലാസ്റ്റ് അവസാനം കഴിക്കാൻ വയ്യാതെ ഞങ്ങള് പാഴ്സലാക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് ഞങ്ങളിങ്ങനെ തമ്മി തമ്മി പറയായിരുന്നു ഇത് എന്ത് ചെയ്യൂന്ന്, അത്രയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. എല്ലാം കൂടെ അത്രയും പൈസയും ആയില്ല. അപ്പൊ നമ്മൾ തട്ടുകടയൊന്നും മിസ്സാക്കരുത് ഗൈസ്. അതും ഒരു എക്സ്പ്ലോറേഷൻ അല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പൊ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ ഞായറാഴ്ച. അണ്ടിൽ സി യു.